നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവുമായി പരസ്യമായ ഏറ്റുമുട്ടലിലാണ് ഉമ്മൻചാണ്ടി. എന്താണ് ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും ആ പാർട്ടിക്കുള്ളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? എ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവും മുൻ മന്ത്രി കൂടിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ് ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു. നിങ്ങളവിടെ എന്ത് ചർച്ച ചെയ്തു, എന്ത് തീരുമാനമെടുത്തു എന്നതിനേക്കാളൊക്കെ അപ്പുറം ഉമ്മൻചാണ്ടി ആ യോഗത്തിൽ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് വാർത്താ പ്രാധാന്യം നേടിയ വിഷയം. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും സംസ്ഥാന നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്നത്? ഉമ്മൻചാണ്ടിക്ക് ഇത് വ്യക്തിപരമായ ചില കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അദ്ദേഹം സംബന്ധിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടൊന്നും സംബന്ധിച്ചുമില്ല. അതിപ്പോൾ ഒരു ചർച്ചാ വിഷയമല്ല, തർക്ക വിഷയമില്ല. കാരണം എല്ലാവരും പൊതുവെ അക്സെപ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അല്ല, ഉമ്മൻചാണ്ടിയുടെ കൂടെ സൗകര്യം നോക്കി ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാനായിട്ട് പലതവണ ശ്രമിച്ചിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം അസൗകര്യം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം നീണ്ടുപോയത്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി നിർവാഹമില്ലാതെ വീണ്ടും ചേർന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഏതായാലും പങ്കെടുക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിപരമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹം ചില മാരേജ് അതുമായി ബന്ധപ്പെട്ട് എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് അതിലൊരു സർപ്രൈസ് ഒന്നുമില്ല അതിൽ. അല്ല, പക്ഷേ മറ്റൊരു ദിവസം ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നാൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് വേറെ ദിവസം ചേരാമായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന് വേണമെങ്കിലും വെച്ചുള്ളൂ, എനിക്ക് സൗകര്യപ്പെടുന്ന ഒരു ദിവസമാണെന്ന് ഒരിക്കൽ എന്നെ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൗകര്യപ്പെടുന്ന ഒരു ദിവസമായില്ല, അദ്ദേഹത്തിന് വേറെ ചില എൻഗേജ്മെൻറ്റ് കൂടി വന്നു. അതോടുകൂടി അദ്ദേഹം ആ കാര്യത്തിൽ നിന്ന് കൂട്ടത്തിലൊരു കാര്യം കൂടെ ഞാൻ പറയാം. പക്ഷേ ഉമ്മൻചാണ്ടി 100% പാർട്ടിക്കാരനാണ്. പാർട്ടിയുടെ ഒരു പൊതുധാരയിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം നിൽക്കുന്ന പ്രശ്നവുമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. ചില ആളുകൾ ആ നിലയിലൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു പൊതുവെയുള്ള മാധ്യമങ്ങൾ കാണുമ്പോൾ. അതൊന്നും ശരിയല്ല. അദ്ദേഹം എല്ലാ കാലത്തും പാർട്ടി വിധേയനായി പോയിട്ടുണ്ട്. ഇപ്പോഴും പാർട്ടിയുടെ വിധേയനായിട്ട് തന്നെ പോകും. അതുകൊണ്ട് വളരെ ഭംഗിയായി സ്മൂത്തായി ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മറ്റെല്ലാവരേക്കാൾ കൂടുതൽ താല്പര്യമുള്ള. അല്ല, പക്ഷേ താങ്കളിപ്പോൾ പറയണത് വളരെ ഭംഗിയായി അത്ര സ്മൂത്തായിട്ടുള്ള റിലേഷൻഷിപ്പാണോ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് KPCC നേതൃത്വമായിട്ടുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് നല്ല ഭംഗിയായി പോകാനുള്ള സാഹചര്യമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ പ്രതിപക്ഷത്താണ്. ഞങ്ങൾ കേന്ദ്രത്തിൽ പ്രതിപക്ഷമാണ്, സംസ്ഥാനത്ത് പ്രതിപക്ഷമാണ്. അപ്പോൾ പ്രതിപക്ഷ ധർമ്മം ഞങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുക, ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുക, അത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുന്ന കാര്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുൻപന്തിയിലുണ്ട് എന്ന് മാത്രമല്ല, എല്ലാ സോഷ്യൽ കോസും ജനമധ്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയും ആവശ്യമായ രൂപത്തിലുള്ള അതിൽ നടപടികളെടുക്കുന്ന കാര്യത്തിലും അദ്ദേഹം വളരെ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ നിലപാടുകൾ ഉമ്മൻചാണ്ടിയും KPCC നേതൃത്വവും തമ്മിൽ ഭിന്നതയിലാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചൊരു വിശദീകരണം നൽകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ബാധ്യതയില്ലേ? അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു റിബല്യൻ ആറ്റിറ്റ്യൂഡുള്ള ആളെയല്ല. ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്വഭാവം വളരെ അടുത്ത് നിന്ന് പരിശോധിച്ചാലറിയാം. അദ്ദേഹം റിബല്യൻ ആറ്റിറ്റ്യൂഡേ ഇല്ല. അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമിതികളിൽ പറയുക, അല്ലെങ്കിൽ പറയേണ്ട നേതൃത്വത്തോട് പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം ഒരു വിധ്വംസക പ്രവർത്തനം, അല്ലെങ്കിൽ എതിർ പ്രവർത്തനം, അല്ലെങ്കിൽ പാർട്ടിക്ക് വിരുദ്ധ പ്രവർത്തനം, അതൊന്നും ഉമ്മൻചാണ്ടിയുടെ അജണ്ടയിലില്ല, വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ല. അല്ല, പക്ഷേ ഉമ്മൻചാണ്ടി ചില കൂടിക്കാഴ്ചകൾ ബാംഗ്ലൂരിൽ കുഞ്ഞാലിക്കുട്ടിയുമായും ജോസ് കെ മാണിയുമൊക്കെ ആയി ചില കൂടിക്കാഴ്ചകൾ നടത്തി, ചില കൂടിയാലോചനകൾ നടക്കുന്നു അത്തരത്തിൽ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു നീക്കം ഉമ്മൻചാണ്ടിയുടെയും ഉമ്മൻചാണ്ടി പ്രതിനിധാനം ചെയ്യുന്ന എ ഗ്രൂപ്പിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഒന്നുമില്ല. അത് പക്ഷേ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിൽ അദ്ദേഹം പോയ പർപ്പസ് തന്നെ വേറെയാണ്. പിന്നെ ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ ആരെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് അത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അതിനെ വിശദീകരിക്കേണ്ടേ കാര്യമില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി. അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ലക്ഷ്യം വെക്കുന്നത് VM സുധീരനെ തന്നെയല്ല, ഈ നേതൃത്വത്തെ മാറ്റുക എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ അജണ്ട, അല്ലെങ്കിൽ എ ഗ്രൂപ്പിൻ്റെ അജണ്ട. സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ തെറ്റായ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് താഴെ മുതലേ ഇതിൽ നടക്കുകയുള്ളൂ. താഴെ മുതൽ നടക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം, അതിൻ്റെ ഡ്രൈവ് നടത്തണം, അതിൻ്റെ ലിസ്റ്റ് ഫൈനലാക്കണം, അതിന് മേളിലോട്ടുള്ള ഫൈനൽ ലിസ്റ്റ് പ്രഖ്യാപിക്കണം, അതിന് മേളിലോട്ടുള്ള മറ്റ് സമിതികളുടെ തിരഞ്ഞെടുപ്പ് നടക്കണം. അതിൻ്റെ എല്ലാം അവസാനത്തിലേ ഈ PCC വരൂ. അതല്ലാതെ PCCക്ക് വേണ്ടി PCCയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിൽ കഥയില്ല. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് ഒരു മെമ്പർഷിപ്പിൻ്റെ കാലാവധിയിൽ ഉണ്ടാകണം.
അപ്പോൾ ആ മെമ്പർഷിപ്പ് 3 വർഷം ആയതുകൊണ്ട് 3 വർഷത്തിനുള്ളിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകണം. ആ തെരഞ്ഞെടുപ്പ് ഇവിടെ ദേശീയ കമ്മിറ്റി അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചെയർമാനാക്കി ഒരു നമ്മളുടെ ഇലക്ഷൻ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ആ ഇലക്ഷൻ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ പ്രശ്നം ഈ നേതൃത്വത്തിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ തൃപ്തരാണോ എന്നുള്ളതാണ്. ഞങ്ങൾ തൃപ്തി അതൃപ്തി സെക്കൻഡറി അല്ലേ. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് മാക്സിമം ജനകീയ പ്രശ്നങ്ങൾക്കകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. കാരണം ഇപ്പോഴത്തെ കേരളത്തിലെ പൊതുസ്ഥിതി ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ റേഷനുണ്ടോ? റേഷൻ കിട്ടുന്നില്ല. അതിനുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ വ്യാഖ്യാനം തന്നെ ഒട്ടും ശരിയല്ല. അതോടൊപ്പം തന്നെ പെൻഷൻ കൊടുത്ത ആളുകളുടെ പെൻഷൻ 5 ലക്ഷത്തിലധികം ആളുകളുടെ പെൻഷൻ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിയോളൂ. ഈ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ നോട്ട് പിൻവലിച്ച ഈ സംഭവത്തിൻ്റെ പുറത്ത് ആ ഹാലോയ്ക്കകത്ത് ഇതൊക്കെ മറച്ചു വെച്ച് അതിന് കൂട് കെട്ടി കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, ജനകീയ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അതികഠിനമാണ്. അതിനോട് ഗവൺമെൻറ് പോസിറ്റീവായി ഒന്നും ചെയ്തിട്ടില്ല. കൂട്ടത്തിലൊന്നുകൂടെ ഇപ്പോൾ രൂക്ഷമായ വരൾച്ചയില്ലേ, ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് വേണ്ടേ? ഇപ്പം ജനുവരി മാസം ഏതാണ്ട് മധ്യഭാഗം നമ്മളെത്തി. ഇനി വരാൻ പോകുന്നത് 115 വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരൾച്ചയാണ് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. ഒരു സ്റ്റഡി റിപ്പോർട്ട് അതാണ്. അതിനെ നേരിടത്തക്ക വിധത്തിൽ ഈ സംസ്ഥാനത്ത് എന്താ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇതിനൊന്നും ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ഇതിനല്ല ഇവർ പ്രതിവിധി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നോട്ടിൻ്റെ പ്രശ്നം പറഞ്ഞ്, നോട്ട് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? ഗവൺമെൻറ് ജനങ്ങളുടെ നേരിട്ട് ഉത്തരവാദിത്തമില്ലേ? എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞവരല്ലേ? എന്തെങ്കിലും ശരിയാക്കിയിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ ധർമ്മമുണ്ട്, രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്, പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ട നടപടികളുണ്ട്. ആ നടപടികളിൽ കേന്ദ്രീകരിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഇന്നത്തെ നിലപാട്. ആ നിലപാടിൽ എല്ലാവരും യോജിച്ചിരിക്കുക. താങ്കൾ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയ്ക്ക് പുറത്ത് ഉയർത്തിപ്പിടിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നുണ്ടോ എന്ന സംശയം ചില പ്രവർത്തകർക്കുണ്ട് എന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണോ താങ്കൾ ഇപ്പോഴും ഉള്ളത്? അന്ന് പറഞ്ഞിരുന്നത് കറക്റ്റാണ്. കാരണം ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ചില വിമർശനങ്ങൾ പുറത്തു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ധാരാളം സമരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, UDFൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങൾ എല്ലാം ഈ ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സമയത്തുള്ള സാഹചര്യം. ഇതിനേക്കാൾ ശക്തിയായി പോകണം എന്ന് നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ജനകീയ പ്രശ്നം അതിനേക്കാൾ വിപുലീകരിക്കപ്പെട്ടു. അന്നുണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് ജനകീയ പ്രശ്നങ്ങൾ വരികയാണ്. ഇല്ല, താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഒരു ശുദ്ധമായ ലോഹമാണ്, പക്ഷേ അതിലിപ്പോൾ ക്ലാവ് പിടിച്ചിരിക്കുന്നുവെന്ന്. ആരാണ് ഈ ക്ലാവ്? ആ ക്ലാവ് പിടിച്ചു എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാതെ പോകുന്നത് കൊണ്ടല്ലേ. നമ്മളൊരു ലോഹം സാധനം എടുത്ത് ത്രോണവേ ഐറ്റമായിട്ട് എടുത്ത് മാറ്റിയിട്ടാൽ അത് തുരുമ്പ് പിടിക്കും. ഇപ്പോൾ ആ സാഹചര്യം മാറിയതിനെക്കുറിച്ചാണ് ഞാൻ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ സമരങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ആ സമരങ്ങൾക്ക് കൂടുതൽ ശക്തി വേണമെന്ന് പറയുന്നത് പാർട്ടിയോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ടാണ്. ജനകീയ പ്രശ്നങ്ങൾക്കകത്ത് പാർട്ടി കൂടുതൽ ഇൻവോൾവ് ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ആ ആഗ്രഹം മുന്നോട്ട് പോകണം. അല്ല, ആ അർത്ഥത്തിൽ സംഘടനയുടെ മെഷീനറി നന്നായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പോൾ ബ്ലോക്കുകൾ മുതലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സംഘടന ഒരർത്ഥത്തിൽ അത് പോഷക സംഘടനയുടെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ കോൺഗ്രസ് ഒരു കോൾഡ് സ്റ്റോറേജിലായിരിക്കുന്നു എന്നൊരു അവസ്ഥയുണ്ടോ? ഒരിക്കലുമില്ല. കോൺഗ്രസ്സിന് കോൾഡ് സ്റ്റോറേജിലാകാൻ കഴിയില്ല. കാരണം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു കൊടി കണ്ടാൽ അറിയാത്ത ഒരൊറ്റ കുട്ടിയെങ്കിലും ഉണ്ടോ? കോൺഗ്രസിൻ്റെ പേര് കേട്ടാൽ മനസ്സിലാകാത്ത ഒരു പൗരനെങ്കിലും ഉണ്ടോ? കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രവാഹമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് 22 സീറ്റല്ലേ കിട്ടിയുള്ളൂ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് അതിന് 2011 തെരഞ്ഞെടുപ്പിനേക്കാൾ 2% വോട്ട് കൂടുതലാണ് കിട്ടിയത്. 2011 തെരഞ്ഞെടുപ്പിനേക്കാൾ LDF വോട്ട് പുറകോട്ട പോയത്. പക്ഷേ സീറ്റിൻ്റെ എണ്ണം വന്നപ്പോൾ വ്യത്യാസമായി. 91 സീറ്റ് അവർക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടിയത് 47 സീറ്റേ ഉള്ളൂ. ഞങ്ങൾ മുന്നണിയായി ശ്രീ മാണി സാർ അടക്കമുള്ള ആളുകൾ നിന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 47 ഉള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടെന്നല്ല. ജനങ്ങൾ അവരുടേതായ ഉത്തരവാദിത്വം ചെയ്തു. പക്ഷേ ചില നിയോജക മണ്ഡലങ്ങളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുമ്പോൾ അത് നമുക്ക് വിന്നിങ് കോമ്പിനേഷനാക്കാൻ പറ്റിയില്ല. അത് കറക്റ്റാണ്.